ഹായ് ഡിയർ, വെൽക്കം ടു പോസിറ്റീവ് വൈബ്സ്. ഫോർത്ത് ഡയമെൻഷണൽ DFസിനുള്ള ഒരു ക്വിക്ക് എനർജി അപ്ഡേറ്റ് ആണ്. നിങ്ങൾക്ക് ക്രൈയിങ് എനർജി വരുന്നുണ്ടാകാം, നിങ്ങളുടെ കൗണ്ടർ പാർട്ടിനെ മിസ് ചെയ്യുന്നുണ്ടാകാം, അതുപോലെ തന്നെ നിങ്ങളുടെ ഫാമിലിയിൽ നിന്ന്, വർക്ക് പ്ലേസിൽ നിന്ന്, സുഹൃത്തുക്കളിൽ നിന്ന് നിങ്ങൾ ഏറ്റവും കൂടുതൽ ടൈം സ്പെൻഡ് ചെയ്യുന്നത് എവിടെയാണോ അവിടെ നിന്നും നിങ്ങൾക്ക് ട്രിഗേഴ്സ് ലഭിക്കുന്നുണ്ടാകാം. അപ്പോൾ ഈ ഒരു പെയിൻഫുൾ സിറ്റുവേഷൻ നിങ്ങൾക്ക് നൽകുന്നത് നിങ്ങളിലുള്ള ഏതോ ഒരു ബ്ലോക്കേജ് മാറ്റുന്നതിന് വേണ്ടിയിട്ടും നിങ്ങളെ ഈ ജേണിയുമായി ബന്ധപ്പെട്ട ലെസൺസ് പഠിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുമാണ്. അപ്പോൾ ആ ഒരു പെയിൻഫുൾ സിറ്റുവേഷനുമായിട്ട് അതല്ലെങ്കിൽ ആ ഒരു പെയിനുമായിട്ട് നിങ്ങൾ ടൈം സ്പെൻഡ് ചെയ്യേണ്ടതായിട്ടുണ്ട്. ഒരിക്കലും ആ പെയിന് കൊണ്ടുപോയി മറ്റൊരാളിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യരുത്. നമ്മൾ ആ ഒരു പെയിന് കൂടുമ്പോൾ ഓടി മറ്റൊരാളിലേക്ക് പോകരുത്. അത് അവർക്കും നിങ്ങൾക്കും ബുദ്ധിമുട്ടുണ്ടാക്കും. അവർക്ക് ആ ഒരു എനർജി കിട്ടും, അതുപോലെ തന്നെ നിങ്ങൾക്ക് ആ ഒരു ലെസൺ പഠിക്കാൻ സാധിക്കില്ല, നിങ്ങളുടെ ബ്ലോക്കേജ് മാറത്തില്ല. അപ്പോൾ ആ ഒരു പെയിനിൽ നിന്നുകൊണ്ട് അതെന്താണ് ആ ലെസൺ എന്ന് പഠിക്കാനായിട്ട് ശ്രമിക്കുക. ആ ഒരു ബ്ലോക്കേജ് റിമൂവായി പോകാനായിട്ട് നാച്ചുറലി അനുവദിക്കുക. രണ്ടാമതായിട്ട് നിങ്ങൾ ഫിസിക്കൽ വേൾഡിൽ നിൽക്കുന്നതായിട്ടാണ് കാണുന്നത്. നിങ്ങളുടെ വർക്ക്, നിങ്ങളുടെ മറ്റ് ഫിസിക്കൽ വേൾഡിലുള്ള കാര്യങ്ങളിലേക്ക് നിങ്ങൾ കൂടുതൽ വർക്കഹോളിക്കായി പോകുന്നു. അതിന് കാരണം നിങ്ങൾക്ക് കുറേ നാളായിട്ട് കിട്ടാതിരുന്ന ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റിയൊക്കെ കിട്ടിത്തുടങ്ങിയിരിക്കുന്നു. നിങ്ങൾക്ക് അവസരങ്ങൾ വന്നിരിക്കുന്നു. നിങ്ങൾക്ക് കുറച്ചായിട്ടെങ്കിലും കാശൊക്കെ കിട്ടിത്തുടങ്ങിയിരിക്കുന്നു. അടഞ്ഞുപോയ വാതിലുകൾ ഏതൊക്കെയോ വഴികളിലൂടെ തുറന്നിരിക്കുന്നു. അപ്പോൾ അതിൻ്റേതായ സന്തോഷത്തിലാണ്, അതൊക്കെയും നേടിയെടുക്കാനുള്ള ഓട്ടത്തിലാണ്, ശ്രമത്തിലാണ്. അതൊക്കെയും വേണം. അതൊക്കെ നിങ്ങൾക്കുള്ള അവസരങ്ങൾ തന്നെയാണ്. അതൊക്കെയും നിങ്ങൾ ഗ്രാബ് ചെയ്യണം. നിങ്ങൾക്ക് ഇപ്പോഴുള്ളൊരവസരമാണ്, അത് പിന്നെ കിട്ടിയെന്ന് വരില്ല, അതൊക്കെ സമ്മതിക്കുന്നു. എന്നാലും നിങ്ങൾ ഈ ജേണിയെക്കുറിച്ച് മറന്നു പോകുന്നുണ്ടോ? നിങ്ങളുടെ ഇന്നർ വർക്ക് കൃത്യമായിട്ട് ചെയ്യുന്നുണ്ടോ? നിങ്ങളുടെ കൗണ്ടർ പാർട്ട്ണറെ മറന്നു പോകുന്നുണ്ടോ? അത് നിങ്ങളുടെ ഭാഗത്തുനിന്ന് വരുന്നൊരു ഫാൾട്ടാണ്. നിങ്ങളുടെ കൗണ്ടർ പാർട്ടുമായിട്ട് സോൾ ലെവലിൽ ഒരു കണക്ഷൻ നിങ്ങൾ മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് ശ്രമിക്കുക. എന്ന് പറഞ്ഞ് അവരെ ചേസ് ചെയ്ത് പോകണം എന്നല്ല. സോൾ ലെവലിൽ നിങ്ങൾ മനസ്സിലാക്കുക, ഇതെൻ്റെ കൗണ്ടർ പാർട്ടാണ്, ഇദ്ദേഹവും ഞാനും ഈ ഒരു ജേണി കംപ്ലീറ്റ് ചെയ്യാനായിട്ട് ഈ ഭൂമിയിലേക്ക് ജന്മമെടുത്തിട്ടുള്ളതാണ്. ഞങ്ങൾക്ക് ഈ ജേണി കംപ്ലീറ്റ് ആക്കേണ്ടതുണ്ട്. അദ്ദേഹത്തിൻ്റെ ഭാഗത്തു നിന്നും എന്തെങ്കിലും നെഗറ്റീവായിട്ടുള്ളൊരു കാര്യങ്ങൾ ഉണ്ടാകുന്നുണ്ടെങ്കിൽ അതൊക്കെയും ഈ ജേണിയുടെ ഭാഗമാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ആ ഒരു പെയിനിലേക്ക് നിങ്ങൾ നിൽക്കാതെ, ഞാൻ പറഞ്ഞത് കൗണ്ടർ പാർട്ടുമായി ബന്ധപ്പെട്ട പെയിനാണ്, മുന്നേ പറഞ്ഞ കാര്യമല്ല. ആ ഒരു പെയിനിൽ നിൽക്കാതെ നിങ്ങൾ ആ ഒരു ജേണിയുടേതായ ഒരു അറിവോടുകൂടി മുന്നോട്ട് വരേണ്ടതാണ്. അവർക്ക് സോൾ ലെവലിൽ ഒരു കണക്ഷൻ, ഒരു സ്നേഹം നിങ്ങൾ നൽകേണ്ടതാണ്. ഒരിക്കലും ഫിസിക്കൽ വേൾഡിൽ പോയി നിങ്ങൾ ചേസ് ചെയ്യേണ്ടതില്ല. ഓക്കെ, അവർ അവേക്കൻ ആയിക്കോട്ടെ, അവേക്കനായിട്ട് ഈ ജേണിയിലേക്ക് വരട്ടെ. ഓക്കെ, അതുവരെ നിങ്ങൾക്ക് കുറേയധികം കാര്യങ്ങൾ നിങ്ങൾക്ക് ചെയ്യാനുണ്ട്. നിങ്ങളുടെ അബണ്ടൻസ്, നിങ്ങളുടെ പ്രോസ്പെരിറ്റി, നിങ്ങളുടെ പർപ്പസ് നിങ്ങൾക്ക് ചെയ്യാനുണ്ട്. അതൊക്കെയായിട്ട് നിങ്ങൾ ബിസി ആയിക്കോളൂ. പക്ഷേ ഈ ജേണി എന്താണെന്ന് ഓർമ്മയുണ്ടായിരിക്കണം. നിങ്ങളുടെ കൗണ്ടർ പാർട്ടിനെ ഓർമ്മയുണ്ടായിരിക്കണം. ഒരിക്കലും അതൊക്കെ മിസ് ചെയ്യാതിരിക്കുക. നിങ്ങളുടെ ജേണിയിൽ എന്തൊക്കെയാണ് ചെയ്യേണ്ടത്, കിട്ടുന്ന ട്രിഗേഴ്സ് എന്താണ്, അതിനനുസരിച്ച് ഞാൻ ഇനി ഏത് ഇന്നർ വർക്കാണ് ചെയ്യേണ്ടത്, എന്നിൽ എന്ത് മാറ്റമാണ് വരുത്തേണ്ടത് എന്നൊക്കെയും കൃത്യമായി അനലൈസ് ചെയ്ത് ഈ ജേണി വളരെ സ്മൂത്തായിട്ട് മുന്നോട്ട് കൊണ്ടുപോവുക. നിങ്ങളിപ്പോൾ ഫിസിക്കൽ വേൾഡിൽ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യം എന്ത് തന്നെ ആയിക്കോട്ടെ, കുറച്ചധികം പേര് സ്വന്തം കാര്യത്തിലൊക്കെ ശ്രദ്ധിച്ച് തുടങ്ങിയിരിക്കുന്നു. സെൽഫ് ലവ് ഒക്കെ വന്നിട്ടുണ്ട്. ഗ്രേറ്റ്. നിങ്ങളുടെ ഭംഗി, നിങ്ങളുടെ വസ്ത്രധാരണം ഒക്കെ ശ്രദ്ധിച്ച് തുടങ്ങിയിട്ടുണ്ട്. അതൊക്കെയും വളരെ നല്ല കാര്യമാണ്. ആരോഗ്യം ഒക്കെയും ശ്രദ്ധിച്ച് തുടങ്ങിയിട്ടുണ്ട്. അതൊക്കെയും വേണം. അതിനൊപ്പം തന്നെ നിങ്ങളുടെ കൗണ്ടർ പാർട്ടിനെ നിങ്ങൾ സോൾ ലെവലിൽ ഇപ്പോൾ സോൾ ലെവലിൽ കണക്ട് ചെയ്തുകൊണ്ടിരിക്കുക, മിസ്സാക്കാണ്ടിരിക്കുക അവരെ. അതുപോലെ തന്നെ നിങ്ങളുടെ ഈ ജേണിയെ വളരെ നന്നായിട്ട് നിങ്ങൾ മുന്നോട്ട് കൊണ്ടുപോവുക. കുറേയധികം ടൈം അതിന് വേണ്ടി വരും. അതിനുള്ള സമയം എങ്ങനെയായാലും കണ്ടെത്തുക. നിങ്ങളുടെ വർക്ക് പോലെ തന്നെ, നിങ്ങളുടെ ആരോഗ്യം പോലെ തന്നെ, നിങ്ങളുടെ എല്ലാ കാര്യങ്ങളും പോലെ തന്നെ, നിങ്ങളുടെ ഫാമിലി എല്ലാറ്റിനെയും പോലെ തന്നെയും സെയിം ഇമ്പോർട്ടൻസ് ജേണിക്ക് കൊടുക്കുക.
ഒപ്പത്തിനൊപ്പം നമ്മുടെ ജേണിയും കൊണ്ടുപോകാം. നിങ്ങളുടെ ഫിസിക്കൽ വേൾഡും നമ്മുടെ ജേണിയും ഒപ്പത്തിനൊപ്പമായിരിക്കണം. ഒരു തട്ടം താണു പോകാതെ മുന്നോട്ട് കൊണ്ടുപോവുക. ഓക്കെ ഡിയർ. പിന്നെ 88 പോർട്ടലാണ് 26th മുതൽ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞു. ഓഗസ്റ്റ് 12th വരെ 88 പോർട്ടലുണ്ട്. 88 പോർട്ടലിൽ കുറേയധികം ചേഞ്ചസ് വരാൻ പോകുന്നു. അതിൻ്റെ തുടക്കം മാത്രമാണിത്. നിങ്ങൾക്ക് ട്രിഗേഴ്സ് ഇനിയും ഉണ്ടാകും, പെയിൻഫുൾ സിറ്റുവേഷൻസ് ഇനിയും ഉണ്ടാകും. കാർമിക്സൊക്കെ റിമൂവായി പോകേണ്ട ടൈമാണ്. അപ്പോൾ അവർ റിമൂവായി പോകുന്നതിന് മുന്നേ നമുക്ക് കുറച്ചധികം പെയിൻ തരും. അപ്പോൾ അതൊക്കെ നമുക്ക് അങ്ങോട്ടേക്ക് നമ്മൾ നേരിടേണ്ട കാര്യങ്ങളാണ്. അപ്പോൾ ഇന്നതൊക്കെ മിസ്സാക്കാണ്ടിരിക്കുക. മിസ്സാക്കിയാൽ അവിടേക്ക് നമുക്ക് ബുദ്ധിമുട്ടുണ്ടാകും. അപ്പോൾ 88 പോർട്ടലിൽ നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ എന്താണ് എന്നുള്ളത് അടുത്തൊരു വീഡിയോ ആയിട്ട് വരാം. ഓക്കെ ഡിയർ, താങ്ക് യു സോ മച്ച്.